Hello everyone, welcome to a new lesson with Maria's Lytics. Today we are going to discuss a very interesting poem titled Still I Rise, written by Maya Angelou, and this is included in the AEC English paper for second semester humanities students of the FYUGP stream of Calicut University. So let's go into the lesson, and this includes summary, analysis, and discussion of the practicum part, notes, etc. So Maya Angelou is a very interesting character, and she was born as Margaret Annie Johnson. This is her real name. She was born in 1928 and she died in 2014. അപ്പോൾ സെയിൻറ്റ് ലൂയിസ് എന്നുള്ള മിസോറിയിലുള്ള ഒരു പ്ലേസിലാണ്, അമേരിക്കയിലാണ് ഇവർ ജനിച്ചത്. ആൻഡ് ഷീ ഹാഡ് എ വെരി റിമാർക്കബിൾ കരിയർ. ആദ്യമായിട്ടൊരു ആഫ്രിക്കൻ അമേരിക്കൻ ഒരു പ്രസിഡൻറ്റിൻ്റെ ഇനാഗുറൽ സെഷനിലൊരു പോം റിസൈറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നത് മായ ഏഞ്ചലോനാണ്. ആൻഡ് ഷീ ഹാസ് റിസീവ്ഡ് എ ലോട്ട് ഓഫ് അവാർഡ്സ് ആൻഡ് ഷീ ഈസ് നോൺ ആസ് ദ കൾച്ചറൽ ഐക്കൺ ആൻഡ് പീപ്പിൾസ് പോയറ്റ്. ഒരു പീപ്പിൾസ് പോയറ്റ് എന്നുള്ള രീതിയിലാണ് ഇവർ അറിയപ്പെടുന്നത്. ആൻഡ് ഷീ ട്രാൻസ്ഫോംഡ് ഹർ പേഴ്സണൽ പെയിൻ ഇൻ ടു യൂണിവേഴ്സൽ പോയട്രി ഓഫ് ഹോപ്പ് ആൻഡ് റെസിസ്റ്റൻസ്. വളരെ ദുർഘടമായ ബുദ്ധിമുട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസിൽ നിന്നും ബ്ലാക്ക് എക്സ്പീരിയൻസിൽ നിന്നും ഒരു നേഷനെ മൊത്തം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സായിട്ട്, ഒരു പീപ്പിൾസ് പോയറ്റായിട്ട് ഇവർ മാറുന്നുണ്ട്. സോ കമ്മിങ് ടു ഹർ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ്, her childhood was marked by challenges that would later shape her extraordinary literary voice. കുട്ടിക്കാലത്ത് തന്നെ മദറിൻ്റെ ബോയ് ഫ്രണ്ടിനെ റേപ്പ് ചെയ്യപ്പെട്ട എക്സ്പീരിയൻസും അതിൻ്റെ ട്രോമ ഒരുപാട് കാലം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ആ ഒരു കാര്യം റിവീൽ ചെയ്തപ്പോൾ ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ്, ഇതെല്ലാം ഇവളെ ഒരുപാട് കാലം, ഒരു നിയർലി 5 years ഷീ ഹാഡ് ബീൻ സൈലൻറ്റ്. പക്ഷേ ആ ഒരു സൈലൻസിൻ്റെ ഒരു സമയം അവൾക്ക് സ്വയം ഒരു ഇൻട്രോസ്പെക്ഷനും ആലോചനക്കും ഒരു ഇന്നർ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാനുമുള്ള ഒരു അവസരമായിട്ട് മാറുകയും ആൻഡ് ഇറ്റ് ഹാഡ് ഫ്രെയിംഡ് ഹർ പവർഫുൾ റൈറ്റിംഗ്. ഒരു ഉൾക്കരുത്തിനെ കുറിച്ചുള്ള അവരുടെ എഴുത്തുകളിലേക്കും ഹീലിങ്ങിനെ കുറിച്ചും എങ്ങനെ ഒരു കളക്റ്റീവ് ഹീലിങ്ങിലേക്ക് പോകാം എന്നൊക്കെയുള്ള ഒരു എഴുത്തിലേക്ക് അവർ വരുവാണ്. സോ അർക്കൻസാസ് എന്നറിയപ്പെടുന്ന അമേരിക്കയിലെ വളരെ സെഗ്രിഗേറ്റഡ് ആയിട്ടുള്ള ബ്ലാക്ക് വൈറ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്ന ഒരു പീക്ക് ടൈമിലാണ് ഇവർ ആ ഒരു പ്രദേശത്ത് ജീവിക്കുന്നത്. സോ ദിസ് ഹാർഷ് റിയാലിറ്റീസ് ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇസ് ദർ ഇൻ ഹർ ലൈഫ് ആൻഡ് ഇറ്റ് ഈസ് റിഫ്ലെക്റ്റഡ് ഇൻ ഹർ വർക്ക്സ്. അപ്പോൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത ഈ ഹാർഷ് റിയാലിറ്റീസ് ഓഫ് റേസിസം അവളുടെ എഴുത്തുകളിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് അമേരിക്കൻ സൗത്ത് റേഷ്യൽ ടെൻഷൻ്റെ ഒരു പീക്കായിരുന്നൊരു സമയത്താണ്. അപ്പോൾ അവരുടെ വർക്കിലും എങ്ങനെ ഈ ഒരു എക്സ്പീരിയൻസസ് ഓഫ് മാർജിനലൈസേഷൻ, അതിൽ നിന്നൊക്കെ ഒരു സർവൈവൽ എങ്ങനെ വരുന്നു എന്നൊക്കെയാണ് ഇവരുടെ ഇമ്പോർട്ടൻറ്റ് തീംസ്. സോ ഹർ വർക്ക് കൺസിസ്റ്റൻ്റ്ലി എംഫസൈസ്ഡ് ദാറ്റ് പേഴ്സണൽ നെറേറ്റീവ്സ് ഹാവ് ദി പൊട്ടൻഷ്യൽ ടു ചലഞ്ച് സിസ്റ്റമിക് ഓപ്പറേഷൻ. മായ ഏഞ്ചലോ ഒരു മോട്ടിവേഷണൽ ഫോഴ്സ് ആവുന്നത് സ്വന്തം പേഴ്സണൽ എക്സ്പീരിയൻസ് എങ്ങനെ എൻറ്റയർ ആഫ്രിക്കൻ അമേരിക്കൻ പോപ്പുലേഷനും അതുപോലെ ഒരു യൂണിവേഴ്സൽ രീതിയിൽ എല്ലാവർക്കും ഒരു സർവൈവൽ സ്കിൽസ് കാണിക്കുന്ന, ഇൻസ്പിറേഷൻ ആവുന്ന, ഹീലിംഗ് എങ്ങനെയാണ്, സാന്ത്വനവും ഒരു അവസ്ഥയിൽ നിന്നുള്ള രക്ഷപ്പെടലും എങ്ങനെയാണെന്നൊക്കെ കാണിക്കുന്ന ഒരു തീമൊക്കെ കാണിച്ചു തരുന്നു അവരുടെ വർക്ക്സ്. പേഴ്സണൽ നറേറ്റീവ്സ് ഒരു കളക്റ്റീവ് തീമായിട്ട് മാറുന്നു. ആൻഡ് ഷീ ഓഫൺ സ്പോക്ക് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് ലവിൻ്റെയും സ്വയം ഡിഗ്നിറ്റി എന്താണെന്ന് കാണിക്കുന്നതിൻ്റെയും സെൽഫ് റെസ്പെക്റ്റും എല്ലാം കാണിക്കുന്ന വർക്ക്സാണ് ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ കമ്മിങ് ടു ഹർ കരിയർ, ഷീ ഹാഡ് എൻ എക്സ്ട്രാ ഓർഡിനറിലി ഡൈവേഴ്സ് കരിയർ. ഷീ വാസ് എ റൈറ്റർ, പോയറ്റ്, മെമ്മറിസ്റ്റ്, അതേസമയം സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആയിരുന്നു. സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് എന്ന് പറയുമ്പം അമേരിക്കൻ റേസിസത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ള ആളുകളായിരുന്നു മാർട്ടിൻ ലൂതർ കിങ്, മാൽക്കം എക്സ് ഒക്കെ. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ ചേർന്ന് വർക്ക് ചെയ്തിട്ടുള്ള, അവരുടെ പോംസ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള റൈറ്റർ കൂടിയാണ് ഏഞ്ചലോ. ആൻഡ് ഷീ ഹാഡ് ബീൻ ആൻ ആക്ട്രസ്, ഡാൻസർ, ഫിലിം മേക്കർ, സിംഗർ, ലെക്ചറർ. അപ്പോൾ ഇത്രയും മൾട്ടിഫാരിയസ് ആയിട്ടുള്ള പ്രൊഫഷനിൽ ഇവർ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഫസ്റ്റ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഐ നോ വൈ ദ കേസ്ഡ് ബേർഡ് സിങ്സ് 1969 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു മെമ്മോയർ ഒരു വളരെ ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള
ഒരു അമേരിക്കൻ സൗത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ എക്സ്പീരിയൻസ് ആണ് കാണിക്കുന്നത്. ആൻഡ് ദിസ് വർക്ക് ഹാസ് ബിക്കം എ ലാൻഡ്മാർക്ക് ടെക്സ്റ്റ് ഇൻ അമേരിക്കൻ ലിറ്ററേച്ചർ. എൻ്റെ അമേരിക്കൻ ലിറ്ററേച്ചറിൽ തന്നെ ബ്ലാക്ക് എക്സ്പീരിയൻസ് ഓണസ്റ്റായിട്ട് പോർട്രേ ചെയ്യുന്ന ഒരു ടെക്സ്റ്റായിട്ട് ഇവരുടെ വർക്ക് മാറുന്നു. ആൻഡ് ദ ഹാർട്ട് ഓഫ് എ വുമൺ, ഓൾ ഗേൾസ്, ചിൽഡ്രൻ നീഡ് ട്രാവലിംഗ് ഷൂസ്, ഇതെല്ലാം ഇവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സാണ്. അപ്പോൾ ഇവരുടെ ലൈഫ് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ, എഴുത്തുകൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ എപ്പോഴും വരുന്നൊരു തീമാണ് ജിം ക്രോ ലോസ് എന്ന് പറയുന്നത്. സോ ഈ ജിം ക്രോ ലോസ് എന്ന് പറയുന്നത് അതിന് എഗൻസ്റ്റ് പോരാടിയ സിവിൽ റൈറ്റ്സ് ആണ് മാൽക്കം എക്സ്, ഏഞ്ചലോ ഒക്കെ. ഈ ജിം ക്രോ എന്ന് പറയുന്ന ഒരു ടേം വരുന്നത് ശരിക്കും വൈറ്റ് യൂറോപ്യൻ ആയിരുന്ന തോമസ് ഡാർഡി റൈസ് എന്ന് പറയുന്ന ഒരു വൈറ്റ് മിൻസ്ട്രൽ പെർഫോമർ എന്ന് പറഞ്ഞാൽ കവിത പെർഫോമൻസ് ആയിട്ട് ചെയ്യുന്ന ഒരു ആക്ടറിനെയാണ്. അപ്പോൾ ഇയാൾ വളരെ കാരിക്കേച്ചർ എന്നുള്ള രീതിയിൽ സ്റ്റീരിയോട്ടിപ്പിക്കലായിട്ടുള്ള ഒരു ബ്ലാക്ക് ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യാണ്. ആഫ്രിക്കൻ അമേരിക്കൻ സ്ലേവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ നമ്മൾ ആഫ്രിക്കൻ അമേരിക്കൻസിലൂടെ ആരോപിക്കുന്ന എല്ലാ ചീത്ത എലമെൻസും ഉള്ള ഒരു കാരിക്കേച്ചർ കൈൻഡ് ഓഫ് ക്യാരക്ടറിനെ ഇയാൾ ക്രിയേറ്റ് ചെയ്യാണ്. അതിനെയായിരുന്നു അയാളെയായിരുന്നു ജിം ക്രോ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ജിം ക്രോനെ കുറിച്ചുള്ള റേസിസ്റ്റ് ആയിട്ടുള്ള ചീത്ത ക്യാരക്ടേഴ്സ് ആരോപിക്കുന്ന ഒരു സോങ്ങും ഒരു ഡാൻസും ഇയാൾ പെർഫോം ചെയ്യാണ്. അപ്പോൾ അത് ശരിക്കും ആഫ്രിക്കൻ അമേരിക്കൻസിനെ ഡീഹ്യൂമനൈസ് ചെയ്യുന്ന, മനുഷ്യരല്ലാതാക്കുന്ന ഒരു സോങ് ആയിരുന്നു. അതിലൂടെ ഇത് വളരെയധികം പ്രശസ്തി നേടുകയും അതിനുശേഷം ഒരു ബ്ലാക്ക് ആഫ്രിക്കൻ അമേരിക്കൻ എന്ന് പറഞ്ഞാൽ ജിം ക്രോ ആണ് എന്നുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാരിക്കേച്ചർ വരുന്നു. സോ ഈ ഒരു സാധനം 1830s തുടങ്ങിയിട്ട് 1870s ഫോർമലി ആഫ്രിക്കൻ അമേരിക്കൻസിനെയും വൈറ്റ്സിനെയും തമ്മിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ലോസ് അമേരിക്കയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അതായത് പബ്ലിക് പ്ലേസസിൽ ആഫ്രിക്കൻ അമേരിക്കൻസിന് ബ്ലാക്സിന് എത്തിപ്പെടാൻ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നും പബ്ലിക് സ്കൂൾസിൽ വൈറ്റ്സിൻ്റെ കൂടെ ഇരിക്കാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള ഒരുപാട് ലോസ് ഇംപ്ലിമെൻ്റ് ചെയ്തത് ഈ ഒരു സമയത്താണ്. അപ്പോൾ അന്ന് മുതൽ ഒരു 1870s തൊട്ട് 1960s വരെയുള്ളൊരു ലോങ് പീരീഡ് ഈ ഒരു സ്ലേവറിക്കെതിരെയും ആഫ്രിക്കൻ അമേരിക്കൻസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിനെതിരെയൊക്കെയുള്ളൊരു സ്ട്രഗിൾസിൻ്റെ സമയമാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് സെഞ്ച്വറി. അപ്പോൾ ഇത്രയും സമയത്ത് സ്ട്രഗിളിലൊക്കെ ഈ ജിം ക്രോ ലോസിനെതിരെയാണ് ആൾക്കാർ ഫൈറ്റ് ചെയ്തിരുന്നത്. പിന്നീട് 1954 സുപ്രീം കോർട്ട് ഒരു ആക്ട് കൊണ്ടുവന്നിട്ട് 1964 സിവിൽ റൈറ്റ്സ് ആക്ടിലൂടെ ഈ ഒരു സെഗ്രിഗേഷൻ ലീഗലി ബൈ ലോ ഉള്ള സെഗ്രിഗേഷൻ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ദ ടേം ജിം ക്രോ ട്രാൻസ്ഫോംഡ് ഫ്രം എ റേസിസ്റ്റ് പെർഫോമൻസ് ഒരു ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ള ഒരു ജിം ക്രോ എന്നുള്ള ടേം പിന്നീട് ഒരു സിസ്റ്റമാറ്റിക് റേഷ്യൽ ഒപ്രഷൻ്റെ ഒരു സിമ്പലായിട്ട് മാറുകയാണ് അമേരിക്കൻ ഹിസ്റ്ററിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും മായ ഏഞ്ചലോയുടെ വർക്കിനെ ഈ ജിം ക്രോ ലോസിന് എഗൻസ്റ്റുള്ള ഫൈറ്റുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കാറുണ്ട്. ദാറ്റ് ഈസ് വൺ തിങ്. നൗ കമ്മിങ് ടു അവർ സിലബസ്, നമ്മുടെ മൊഡ്യൂളിലെ വെരി ഫസ്റ്റ് മൊഡ്യൂളിലാണ് ഈ ഒരു പോം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഇസ് ടൈറ്റിൽഡ് ആസ് അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ കൾട്ടിവേറ്റിംഗ് സെൽഫ് വർത്ത്. അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെൻ യു ആർ സ്റ്റേറ്റിംഗ് യുവർ ഓൺ സെൽഫ് വർത്ത്, നിങ്ങൾ തന്നെ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റും വാല്യൂവും ഡിഗ്നിറ്റിയും അസേർട്ട് ചെയ്ത് സംസാരിക്കുന്നതിനാണ്, ഉറപ്പിച്ചിട്ട് സംസാരിക്കുന്നതിനാണ്. അപ്പോൾ അത് ഒരേ ലെവലിൽ പോകുന്നതല്ല. അതായത് അത് ഒരിക്കലും ഒരു സുപ്പീരിയോറിറ്റി കാണിക്കുന്ന ഡൊമിനിയറിങ് ആയിട്ടുള്ള ഭാഷയല്ല. അതേസമയം ഭയങ്കര പാസീവായിട്ടുള്ള ഗുഡ് ഫോർ നത്തിങ് എന്ത് ചെയ്താലും ഐ വിൽ നോട്ട് റിയാക്ട് എന്നുള്ള ഭാഷയുമല്ല. അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഐ എന്നുള്ള ടേം യൂസ് ചെയ്തിട്ടുള്ള ഒരു ഭാഷയാണ്, ഐ ലാംഗ്വേജാണ്. അതാണ് അസേർട്ടീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. So the whole module says that assertive communication is needed in order to cultivate self-worth. സ്വന്തം വാല്യൂ റെസ്പെക്റ്റും മറ്റൊരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യൽ ആവശ്യമാണെന്നും അത് ചെയ്യുന്ന പലതരം കോണ്ടെക്സ്റ്റുകളാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. സോ ഹിയർ ദ കോൺസെപ്റ്റ് ഓഫ് സെൽഫ്ഹുഡ് ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ ഡിഫൈനിങ് ഫ്രീഡം. ഒരു സെൽഫ് വർത്ത് മനസ്സിലാക്കിയ ആൾക്ക് മാത്രമാണ് ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ്. സോ ഹിയർ Maya Angelou is a person who is continuing to inspire generations, particularly women of color, especially black women's experiences portray ചെയ്തുകൊണ്ട് ഇന്നും ബ്ലാക്ക് വിമനെയും എൻ്റയർ വിമൻ കമ്മ്യൂണിറ്റീനെയും ഇൻസ്പയർ ചെയ്യുന്നൊരു പേഴ്സൺ എന്നുള്ള രീതിയിലാണ് നമ്മുടെ സിലബസിനകത്ത് മായ ഏഞ്ചലോയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റിൽ ഐ റൈസ് എന്നുള്ള പോം
ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഹെർ ആക്ടിവിസം വാസ് നോട്ട് ജസ്റ്റ് പൊളിറ്റിക്കൽ ബട്ട് ഡീപ്ലി പേഴ്സണൽ ലൈഫിൽ നിന്നുകൊണ്ടാണ് ഇവർ വളരെ പൊളിറ്റിക്കലായിട്ട് എഴുതുന്നത്. സോ ഇറ്റ് ഈസ് ദിസ് ഫൈറ്റിംഗ് ദി ഹിസ്റ്റോറിക്കൽ സൈലൻസിങ്, presenting inner strength not as a possibility but as an absolute reality. സോ ഇതാണ് അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ ഇന്നർ സ്ട്രെങ്ത്തിനെ ഒരു റിയാലിറ്റി ആയിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുവാണ്, സ്റ്റേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതൊരു പോസിബിലിറ്റി അല്ല, ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതൊരു റിയാലിറ്റി ആയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യാണ്. സോ മയ ഏഞ്ചലോ സ്റ്റിൽ ഐ റൈസ് എംപ്ലോയ്സ് അസർട്ടീവ് സെൻറ്റൻസസ് ആസ് പവർഫുൾ ലിംഗ്വിസ്റ്റിക് ടൂൾസ് to articulate inner strength, self-worth and bold declaration of personal resilience. വളരെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസസ് ആണെങ്കിലും അതിൽ നിന്ന് എങ്ങനെ ഒരു ഉൾക്കരുത്തോടെ പിടിച്ചു നിന്നു എന്നുള്ളതാണ് ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ആയിട്ട് ഇവർ പാസ് ചെയ്യുന്നത്. സോ ബൈ യൂസിങ് ആക്റ്റീവ് ഐ ലാംഗ്വേജ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ എന്ന് ഇൻക്ലൂഡ് ചെയ്യുന്ന അസേർട്ടീവായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് ഷി ക്രിയേറ്റ്സ് എ സ്റ്റൈൽ വേർ സെൽഫ് വർത്ത് ഇസ് നോട്ട് റിക്വസ്റ്റഡ് ഓർ ബെഗ്ഡ് ഫോർ. സ്വന്തം വില എന്നുള്ളത് ഒരാളോട് റിക്വസ്റ്റ് ചെയ്ത് വാങ്ങിക്കുന്നതല്ല. ഷീ ഈസ് ബോൾഡ്ലി ക്ലെയിമിങ് ദാറ്റ് ഐ ഹാവ് റൈറ്റ് ഫോർ സെൽഫ് ഡിഗ്നിറ്റി, സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ളത് അവൾ സ്വയം ക്ലെയിം ചെയ്ത് പിടിച്ചു വാങ്ങിയെടുക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ആൻഡ് ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ആസ് വെൽ. അപ്പോൾ ഇതാണ് ഒരു മൊഡ്യൂളിൻ്റെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് നമ്മുടെ പോയം വരുന്നത് എന്നുള്ളത്. നൗ ദിസ് ഇസ് ദി ടെക്സ്റ്റ് ഓഫ് ദ പോം ആൻഡ് വി ആർ ഗോയിങ് ടു എ സ്റ്റാൻസ വൈസ് അനാലിസിസ് ഓഫ് അവർ പോം. So the very first stanza begins with the lines, "You may write me down in history with your bitter twisted lies." അതായത് ഹിസ്റ്ററിയിൽ, എൻറ്റയർ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ബ്ലാക്സിനെ എപ്പോഴും യൂറോസെൻട്രിക് ആയിട്ടുള്ള വൈറ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ബ്ലാക്സിൻ്റെ ഹിസ്റ്ററിയെ എപ്പോഴും മോശമായിട്ടും വൈറ്റ്സിൻ്റെ അതറാണ് ബ്ലാക്സ്, എല്ലാ നെഗറ്റിവിറ്റിയുടെയും സിമ്പിളായിട്ടാണ് ബ്ലാക്സിനെയും അവരുടെ ഹിസ്റ്ററിയൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ചരിത്രത്തിൽ നിങ്ങൾ ബിറ്റർ ട്വിസ്റ്റഡ് ലൈസ് കൊണ്ട് എന്നെ എഴുതി റൈറ്റ് മീ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്നെ മോശമാക്കി കാണിച്ചിട്ടുണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ ഐ റൈസ്. യു മേ ട്രോഡ് മീ ഇൻ ദ വെരി ഡേർട്ട്, എന്നെ ഈ മണ്ണിൽ ചവിട്ടി തേച്ചിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ ലൈക്ക് ഡസ്റ്റ് ഐ വിൽ റൈസ്. അപ്പോൾ ഡസ്റ്റ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, എന്താ പറയുക, എർത്തിനെ ഉണ്ടാക്കിയിട്ടുള്ള എലമെൻസിൽ നിന്നുള്ള ഒന്നായിട്ടുള്ള ഡസ്റ്റ്, സോയിൽ. സോ ലൈക്ക് ഡസ്റ്റ് യു കനോട്ട് സപ്രസ് മീ എന്നാണ്. അതായത് ഒരിക്കലും നമുക്ക് സപ്രസ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് പൊടി എന്ന് പറയുന്നത്. ഇറ്റ് വിൽ റൈസ് അപ്പ് ഹൗ എവർ യു സപ്രസ് ഇറ്റ്. അപ്പോൾ ആ ഒരു എലമെൻ്റാണ് ഇവിടെ സിമ്പിളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നൗ ഇൻ ദി സെക്കൻഡ് സ്റ്റാൻസ, ഡസ് മൈ സാസിനസ് അപ്സെറ്റ് യു? ഇറ്റ്സ് എ റിട്രിക്കൽ ക്വസ്റ്റ്യൻ. വൈ ആർ യു ബിസെറ്റ് വിത്ത് ബ്ലൂം? സാസിനസ് എന്ന് പറഞ്ഞാൽ ടിറ്റ് ഫോർ ടാറ്റ് കൊടുക്കുന്ന നേച്ചർ, അതായത് ഉരുളക്കുപ്പേരി പറയുന്ന പോലെ ബീങ് നോട്ട് അഫ്രെയ്ഡ് ഓഫ് എനിവൺ ആൻഡ് ഗിവിങ് ആപ്റ്റ് റിപ്ലൈസ്. സോ ഡസ് മൈ ഹാബിറ്റ്സ് അപ്സെറ്റ് യു? And are you gloomy or sad about that? Cause I walk like I have got oil wells pumping in my living room. വളരെ സപ്രസ്ഡ് ആയിട്ടുള്ള പോവർട്ടി റിഡൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിലും ഇവർ നടക്കുന്നത് കണ്ടാൽ വീടിനകത്ത് ഓയിൽ വെൽസ് പമ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു സെൽഫ് ഇമേജാണ് ഇവർ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ വെൽസ് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ഇന്നർ സ്ട്രെങ്ത്തും പ്രോസ്പെരിറ്റിയുമാണ്. സോ മെറ്റഫോറിക്കലി ഇത് വാല്യുബിൾ റിസോഴ്സസ് ഒക്കെ ഉള്ള വളരെ റിച്ച് ആയിട്ടുള്ള ഒരാളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവരിൽ കാണുന്നത്. സോ ഡസ് ദാറ്റ് അപ്സെറ്റ് യു എന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇവർ ചോദിക്കുന്നത്. സോ ഇൻ ദി തേർഡ് സ്റ്റാൻസ, just like moons and like suns, with the certainty of tides, just like hops springing high, still I'll rise. അപ്പോൾ ഇവിടെ നേച്ചറിൽ നിന്നുള്ള എലമെൻറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മൂൺസ്, സൺസ് ആൻഡ് ടൈഡ്സ്, ഇതെല്ലാം ഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം സണ്ണ് റൈസ് ചെയ്യും, സെറ്റ് ചെയ്യും, മൂണ് റൈസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ ടൈഡ്സ്, കടലിലെ തിരമാലകൾ, ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ലാപ്പ്, അതിങ്ങനെ തിരയടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയും ഉറപ്പ്, അതിൻ്റെ സെർട്ടൻറ്റി എന്നുള്ള വേർഡാണ് അവിടെ കോറായിട്ടുള്ളത്. അപ്പോൾ എത്രയൊക്കെ അടിച്ചമർത്തലുകൾ വന്നാലും like the persistent forces in nature, she affirms her inevitable resurrection or comeback. ഞാൻ തിരിച്ചു വരിക തന്നെ ചെയ്യും, ഐ വിൽ ബി റീസറക്റ്റഡ് എന്നുള്ള ഒരു കൺഫർമേഷനാണ് ഇവിടെ, അഫർമേഷനാണ് ഇവിടെ കാണുന്നത്. സോ ഹെർ ഹോപ്പ് ആൻഡ് ഡിറ്റർമിനേഷൻ ആർ as constant and predictable as the rising of the sun. അത് ഒരിക്കലും
മാറാതെ ഷി വിൽ ബി കമ്മിങ് ബാക്ക് എന്നാണ് ഈ ഒരു സ്റ്റാൻസയിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നൗ ഇൻ ദ ഫോർത്ത് സ്റ്റാൻസ എഗെയിൻ റെട്രിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഡിഡ് യു വോണ്ട് ടു സീ മീ ബ്രോക്കൺ, ബോഡ് ഹെഡ് ആൻഡ് ലോവേഡ് ഐസ്? നിങ്ങൾക്ക് എന്നെ ഒരു വിക്റ്റിമിൻ്റെ രൂപത്തിലാണോ കാണേണ്ടിയിരുന്നത്? ആകെ കുനിഞ്ഞു നടക്കുന്ന ലോവേഡ് ഐസ് ആയിട്ടുള്ള വളരെ തീരെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഇമേജ് ആയിട്ടാണോ നിങ്ങൾക്ക് എന്നെ കാണേണ്ടിയിരുന്നത്? ഷോൾഡേഴ്സ് ഫോളിങ് ഡൗൺ ലൈക്ക് ടിയർ ഡ്രോപ്സ്, വീക്കൻഡ് ബൈ മൈ സോൾഫുൾ ക്രൈസ്. ഉള്ളിലുള്ള സങ്കടം പുറത്തും കാണുന്ന വളരെ വീക്കായിട്ടുള്ളൊരു വിക്ടിം ഫിഗറിലാണോ നിങ്ങൾ എന്നെ കാണാൻ ആഗ്രഹിച്ചത്? നൗ അഗെയിൻ ഇൻ ദി ഷീ ഈസ് ആസ്കിങ് rhetorical questions to expose the attempts to undermine. മറ്റുള്ളവർക്ക് കാണേണ്ടിയിരുന്നത് എൻ്റെ മോശം രൂപമാണ് എന്നുള്ള ധാരണ ഇവർ മുന്നോട്ടെടുത്ത് വെക്കുകയാണ്. ഡിഡ് യു want to see me like that? Now in the fifth stanza again she is asking, continuing to ask, does my hotness offend you? Don't you take it awful hard, 'cause I laugh like I have got gold mines digging in my backyard. ഇതിലൊരു വളരെ ഷാർപ്പായിട്ടുള്ള കളിയാക്കൽ കൂടിയുണ്ട്. എൻ്റെ ഹോട്ട്നെസ് എന്ന് പറഞ്ഞാൽ ഡെഫൈൻഡ് ആയിട്ടുള്ള ടോൺ, എതിർത്ത് സംസാരിക്കുന്ന ഈ രീതി നിങ്ങൾ എത്രയധികം അപ്സെറ്റ് ചെയ്തിട്ടുണ്ടോ? ആൻഡ് മോർ ദാൻ ദാറ്റ് ഞാൻ ഗോൾഡ് മൈൻസൊക്കെ ഓൺ ചെയ്യുന്ന ഒരു വളരെ റിച്ച് ആയിട്ടുള്ളൊരു പേഴ്സണിനെ പോലെയാണ് ഐ ആം ലോഫിങ്. സോ ദാറ്റ് ലോഫ് ഓഫ് മായ ഏഞ്ചലോ, യു ക്യാൻ സീ ദാറ്റ് ഓൺലൈനിൽ യൂട്യൂബിലൊക്കെ ഇവരുടെ വീഡിയോസ് കാണുമ്പം യു ക്യാൻ സീ ദാറ്റ് കോൺഫിഡൻസ് ദാറ്റ് ഇസ് കമ്മിങ് ഔട്ട് ഫ്രം ഹിം. അപ്പോൾ അത്രയും ഹിലാരിയസ് ആയിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ഫിഗറായിട്ട് ഇവിടെ അവരുടെ ഒരു പേഴ്സണൽ ലൈഫും അതേസമയം എൻറ്റയർ ബ്ലാക്ക് കമ്മ്യൂണിറ്റീനെയാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് ഐ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് മായ ഏഞ്ചലോ ഓർ എനി ബ്ലാക്ക് വുമൺ, ദിസ് ഇസ് ദ എൻറ്റയർ ബ്ലാക്ക് റേസ്. ഒരു യൂണിവേഴ്സൽ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എൻറ്റയർ ഹ്യൂമാനിറ്റിയെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ യു എന്ന് അഡ്രസ്സ് ചെയ്യുന്നത് എൻറ്റയർ വൈറ്റ് പാട്രിയാർക്കൽ വൈറ്റ് റേസിസ്റ്റ് കൈൻഡ് ഓഫ് പീപ്പിളിനെയാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഹെർ കോൺഫിഡൻസും അവരുടെ ചിരിയും എല്ലാം നിങ്ങൾ അത്രയധികം ഒഫൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ആ ഒരു സ്റ്റാൻസയിൽ ചോദിച്ചിട്ടുള്ളത്. So her laughter and self-assuredness are portrayed as sources of wealth and power, symbolized by imaginary gold mines. This stanza further emphasize her refusal to be diminished. അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്തൊക്കെ നെഗറ്റീവായിട്ട് എന്നെക്കുറിച്ച് ബാക്ക് ബൈറ്റ് ചെയ്താലും ഐ വിൽ നോട്ട് ഗോ ഡൗൺ, ഞാൻ ഒരിക്കലും അതിൽ നിന്നൊന്നും ഡിസ്കറേജ്ഡ് ആവില്ല എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. നൗ ദ സിക്സ്ത് സ്റ്റാൻസ, അതും 4 lines ആണ്, ക്വാർട്രെയിൻസ് ആണ്. അവിടെ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അസേർഷൻ ആണ് വരുന്നത്. ഷീ സേയിങ് ദാറ്റ് യു മേ ഷൂട്ട് മീ വിത്ത് യുവർ വേർഡ്സ്, യു മേ കട്ട് മീ വിത്ത് യുവർ ഐസ്, യു മേ കിൽ മീ വിത്ത് യുവർ ഹേറ്റ്ഫുൾനെസ്, ബട്ട് സ്റ്റിൽ ലൈക്ക് എയർ ഐ വിൽ റൈസ്. നിങ്ങൾ നിങ്ങളുടെ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് എന്നെ ഷൂട്ട് ചെയ്യായിരിക്കും. യുവർ ഐസ് വിൽ കട്ട് മീ ആൻഡ് യു മേ കിൽ മീ വിത്ത് യുവർ ഹേറ്റ്ഫുൾനെസ്. എൻ്റയർ ബ്ലാക്ക് റേസിനോടുള്ള വെറുപ്പ് കൊണ്ട് നിങ്ങൾ യു വിൽ ട്രൈ ടു കിൽ മീ, ബട്ട് നോ, സ്റ്റിൽ ലൈക്ക് എയർ. എയർ ഹാസ് ദ പ്രോപ്പർട്ടി ടു കം ഔട്ട്. ഒരിക്കലും നമുക്ക് സപ്രസ് ചെയ്ത് വെക്കാൻ പറ്റാത്തൊരു ഫോഴ്സാണ് എയർ എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ലൈക്ക് എയർ ഐ വിൽ റൈസ്, ഞാൻ വീണ്ടും ഉയർന്നു വരിക തന്നെ ചെയ്യും. സോ അവരുടെ ഇൻഡോമിറ്റബിൾ ആയിട്ടുള്ള ഒരു സ്പിരിറ്റാണ് അവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഹാഷ് വേർഡ്സും കട്ടിങ് ലുക്സും അല്ലെങ്കിൽ ഗ്ലാൻസസും ഹെയ്റ്റ്ഫുൾനെസ്സൊക്കെ സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ വയലൻസ് ആണ് കാണിക്കുന്നത്. ഒരു മനുഷ്യനെ തളർത്തിക്കളയുന്ന ബ്ലാക്ക് ആഫ്രോ അമേരിക്കൻസ് വൈറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എല്ലാ ഇമോഷണൽ ട്രോമയുമാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റാൻസയിലൂടെ ഇവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, നോട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഈ ഇമോഷണൽ ട്രോമയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഐ വിൽ കം ഔട്ട് ലൈക്ക് ദി എയർ വിച്ച് യു ട്രൈ ടു കണ്ടെയ്ൻ ഇൻ സം ഫ്രെയിംസ്. എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ അകത്ത് സപ്രസ് ചെയ്യുന്ന ഒരു എയർ എത്ര ഫോഴ്സ്ഫുള്ളായിട്ട് തിരിച്ചു വരുമോ അതേ ഫോഴ്സോടുകൂടി ഐ വിൽ ഗെറ്റ് റീസറക്റ്റഡ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ വരുന്നത്. ആൻഡ് നൗ ദ 7th stanza is a more direct attack. Does my sexiness upset you? Does it come as a surprise that I dance like I have got diamonds at the meeting of my thighs? കുറച്ച് സെക്ഷൽ കൊണോട്ടേഷനോട് കൂടെയുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു അറ്റാക്കാണ്.
അതായത് ഷീ ഈസ് ലുക്കിംഗ്, ഈവൻ ദോ ഷീ ഈസ് ബ്ലാക്ക്, ഷീ ഈസ് ബ്യൂട്ടിഫുൾ, ഷീ ഈസ് സെലിബ്രേറ്റിംഗ് ഹർ ബോഡി. അത് നിങ്ങൾക്ക് മായ ഏഞ്ചലോടെ മറ്റു വർക്ക്സിലും കാണാം, ഫെനോമിനൽ വുമൺ തുടങ്ങിയ പോംസിൽ കാണാം, അതുപോലെ ആലിസ് വോക്കറിലൊക്കെ കാണാവുന്ന ഒരു എലമെൻ്റാണ് ഇതുള്ളത്. അതായത് വളരെ കോൺഫിഡൻസോട് കൂടി സ്വന്തം ബോഡി ക്യാരി ചെയ്യുന്ന ഒരു വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു ലേഡി ആയിട്ടൊരു ബ്ലാക്ക് വുമണിനെ പോർട്രേ ചെയ്യുന്നത്. സോ വെൻ ഐ ആം ദാറ്റ് കോൺഫിഡൻറ്റ് ലൈക്ക് ഐ ഹാവ് ഗോൾഡ് ഡയമണ്ട്സ് എന്നുള്ള ഫാക്റ്റ് നിങ്ങളെ അപ്സെറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഈ ഗോൾഡ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്രയും വാല്യുബിൾസ് ആണ്. സോ ഷീ ഈസ് പോർട്രേയിങ് ഹെർ സെൽഫ് ആസ് എ പ്രഷ്യസ് ഡയമണ്ട്. ഹെർ ഇന്നർ സ്ട്രെങ്ത് ഇസ് പോർട്രേഡ് ആസ് എ valuable, precious thing, and she cannot be negated by any judgment of others. എന്തൊക്കെ ജഡ്ജ്മെൻറ്റ് വന്നാലും ഐ വിൽ കം ബാക്ക് എന്നുള്ള ഒരു മെസ്സേജാണ് വരുന്നത്. സോ ദിസ് ഹോൾ സ്റ്റാൻസാസ് വെർ ഇൻ 4 lines. 4 lines ക്വാട്രെയിൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അടുത്തൊരു സ്റ്റാൻസ, 8th സ്റ്റാൻസ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. സോ it's a powerful statement again. Out of the huts of history's shame, I rise. From a past that is rooted in pain, I rise. അപ്പോൾ ബ്ലാക്ക് ആഫ്രിക്കൻസിൻ്റെ സ്ലേവറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ വയലൻ്റ് ആയിട്ടുള്ളൊരു പാസ്റ്റിനെയാണ് ഇവിടെ ഹട്ട്സ് ഓഫ് ഹിസ്റ്ററീസ് ഷെയിം. ഇത് അവർ ഷെയിംഡ് ആയിട്ടുള്ള ക്രിയേച്ചേഴ്സായിട്ട്, ഷെയിംഫുൾ ആയിട്ടുള്ള ബാഡ് ക്രിയേച്ചേഴ്സായിട്ട് കാണുകയും ചെയ്തത് ഹിസ്റ്ററിയുടെ തന്നെ ഒരു ഷെയിമാണ്. ലോകത്ത് നടന്നിട്ടുള്ള ഏറ്റവും ഷെയിംഫുൾ ആയിട്ടുള്ള ഇൻസിഡൻ്റ് ആണ് സ്ലേവറി എന്ന് പറയുന്നത്. അതാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ ഒരു ഷെയിംഫുൾ ആയിട്ടുള്ള ഹിസ്റ്ററിയിൽ നിന്നും, അത്രയും പെയിനിൽ റൂട്ട് ചെയ്തിട്ടുള്ള പാസ്റ്റിൽ നിന്നും ഐ റൈസ്, ഐ കം ബാക്ക്. സോ ഐ റൈസ് എന്നുള്ള ആ ഒരു ഫ്രേസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് നൗ നെക്സ്റ്റ് ലൈൻ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. I am a black ocean, leaping and wide, welling and swelling, I bear in the tide. So ഒരു ഓഷ്യൻ എന്ന് പറയുന്നത് it's an energy, it's a source which you can never suppress. അപ്പോൾ തിരമാലകൾ ഒരിക്കലും നമുക്ക് സപ്രസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പോലെ ഓഷ്യനോടായിട്ടാണ് എൻ്റയർ ആഫ്രോ അമേരിക്കൻ റേസിൻ്റെ ഇന്നർ സ്ട്രെങ്ത്തിനെ ഇവർ കമ്പയർ ചെയ്യുന്നത്. ആൻഡ് സോ ദ ഓഷ്യൻ ഇസ് ബ്ലാക്ക് ഹിയർ. സോ ലൈക്ക് എ ബ്ലാക്ക് ഓഷ്യൻ ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ലാപ്പ് ആൻഡ് ഇറ്റ് വിൽ ലീപ്പ് ആൻഡ് ഇറ്റ് ഈസ് വെല്ലിങ് ആൻഡ് സ്വെല്ലിങ്. ഈ ഒരു 3-4 വേർഡ്സിലൂടെ ഇവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു മൂവ്മെൻറ്റും അതിൻ്റെ ബ്യൂട്ടിയും അതേസമയം അതിൻ്റെ ഒരു ഫോഴ്സും കൂടിയാണ്. തിരമാലകളുടെ ഒരു മൊത്തത്തിലുള്ള മൂവ്മെൻറ്റാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഫോഴ്സുമാണ്. സോ ഇറ്റ്സ് എ വെരി പവർഫുൾ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഷീ ഈസ് മേക്കിംഗ്. സോ ഷീ ഈസ് കണക്റ്റിംഗ് ഹെർ ഓൺ സ്ട്രഗിൾ ടു എ ബ്രോഡർ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. വളരെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസസിനെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റുമായിട്ട് കണക്ട് ചെയ്യാണ്. ആൻഡ് ഷീ സെസ് ദാറ്റ് ഷീ ഈസ് റൈസിങ് ഫ്രം ദാറ്റ് പെയിൻഫുൾ ലെഗസി ഓഫ് സ്ലേവറി ആൻഡ് ഓപ്പറേഷൻ. ആൻഡ് ഷീ എംബഡീസ് എ ബ്ലാക്ക് ഓഷ്യൻ. അപ്പോൾ അടുത്ത ലാസ്റ്റ് സ്റ്റാൻസ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ലീവിങ് ബിഹൈൻഡ് നൈറ്റ്സ് ഓഫ് ടെറർ ആൻഡ് ഫിയർ. സോ ആ ഒരു പാസ്റ്റിൻ്റെ ഹിസ്റ്ററിയും ടെററും എല്ലാം സ്ലേവറിയുടെ എക്സ്പീരിയൻസ്, എൻ്റയർ ഹ്യൂമൻ കളക്റ്റീവ് അൺകോൺഷ്യസിലുള്ള എല്ലാ എക്സ്പീരിയൻസസും ഷീ ഈസ് ട്രൈങ് ടു ഗെറ്റ് റിഡ് ഓഫ് ദാറ്റ്. അതിനെ അവൾ അവിടെ മാറ്റി വെച്ചിട്ട് നൗ I rise into a daybreak that is wondrously clear. വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോർണിംഗിലേക്കുള്ള വരവിനെയാണ് ഇവിടെ കാണിക്കുന്നത്. എഗെയിൻ ഐ റൈസ്. ദ വേർഡ് ഐ റൈസ് ഇസ് കണ്ടിന്യൂസ്ലി repeated in these 2 stanzas. Bringing the gifts that my ancestors gave, I am the dream and the hope of the slave. It's a very powerful statement. ഇവരുടെ ആൻസസ്റ്റേഴ്സിൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഇന്നത്തെ ആഫ്രോ അമേരിക്കൻസിൻ്റെ സ്വാതന്ത്ര്യമായിരുന്നു. സോ ഐ ആം ദ ഡ്രീം ആൻഡ് ഹോപ്പ് ഓഫ് ദ സ്ലേവ്. അന്നത്തെ സ്ലേവിൻ്റെ ഡ്രീമാണ് ഇന്നത്തെ എൻ്റെ ലിവ്ഡ് ലൈഫ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ വരുന്നത്. സോ എഗെയിൻ ദ വേർഡ് ഐ റൈസ്, ഐ റൈസ്, ഐ റൈസ് എന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു. സോ ഷീ എംബഡീസ് ദ ഡ്രീംസ് ആൻഡ് ഹോപ്സ് ഓഫ് ഹെർ ആൻസസ്റ്റേഴ്സ് ആൻഡ് ഷീ ട്രാൻസ്ഫോംസ് ദ ഹിസ്റ്റോറിക്കൽ പെയിൻ ഇൻ ടു പ്രസൻറ്റ് ഡേ സ്ട്രെങ്ത്. സോ ദിസ് റിപ്പീറ്റഡ് ഡിക്ലറേഷൻ അഗെയിൻ ഇസ് എ പവർഫുൾ മന്ത്ര ഓഫ് ഹോപ്പ്, ഡിഗ്നിറ്റി ആൻഡ് ട്രാൻസ്ഫർമേഷൻ. അപ്പോൾ ഇതിന് ബ്ലാക്ക് എക്സ്പീരിയൻസിനും അപ്പുറത്ത് എൻറ്റയർ ഹ്യൂമൻ കവിത അറിയുന്ന, കവിത വായിക്കുന്ന ഹ്യൂമൻ കമ്മ്യൂണിറ്റിക്ക് സ്റ്റിൽ ഐ റൈസ് എന്നുള്ളൊരു പോം വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു തീം ഓഫ് റെസീലിയൻസ് ആണ് മുന്നോട്ട് വെക്കുന്നത്. നൗ കണക്റ്റിംഗ് ദിസ് പോം ടു ദ മൊഡ്യൂൾ,
അസേർഷൻ ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി ആണ് ഈ ഒരു ഹോൾ പോമിൽ നമ്മൾ കണ്ടത്. ത്രൂ ഡയറക്റ്റ് ആൻഡ് അപ്പോളജറ്റിക് ലാംഗ്വേജ് ഷി കൺസ്ട്രക്ട്സ് സെൻറ്റൻസസ് ദാറ്റ് ചലഞ്ച് ഒപ്രസീവ് നറേറ്റീവ്സ് ആൻഡ് റീക്ലെയിം പേഴ്സണൽ ഡിഗ്നിറ്റി. അപ്പോൾ സെൻറ്റൻസ് സ്ട്രക്ചറും അങ്ങനെ തന്നെയാണ്. അൺഅപ്പോളജറ്റിക് ആയിട്ടുള്ള, ആരോടും ക്ഷമ ചോദിക്കുന്ന ഭാഷയല്ല, അതേസമയം അവരുടെ സെൽഫ് വർത്ത് ക്ലെയിം ചെയ്തെടുക്കുന്ന, ചോദിച്ചു വാങ്ങിയെടുക്കുന്ന ഭാഷയാണ്. സോ അത് യൂസ് ചെയ്തിട്ടുള്ളത് ടു റീക്ലെയിം ഹർ പേഴ്സണൽ ഡിഗ്നിറ്റി. സോ ദ അസർട്ടീവ് സെൻറ്റൻസസ് ആർ സ്ട്രക്ചേർഡ് ആസ് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് റെട്രിക്കൽ ക്വസ്റ്റ്യൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ്സും റെട്രിക്കൽ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അപ്പോൾ ഈ ഐ റൈസ് എന്നുള്ള എംഫാറ്റിക് ആയിട്ടുള്ള അസേർഷൻ അത് ലാസ്റ്റ് സ്റ്റാൻസയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഇറ്റ് ബിൽഡ്സ് എ റിത്മിക് ടോൺ ദാറ്റ് ട്രാൻസ്ഫോംസ് ഇൻഡിവിജ്വൽ റെസീലിയൻസ് ഇൻ ടു എ കളക്റ്റീവ് സോങ് ഓഫ് റെസിസ്റ്റൻസ്. അതുകൊണ്ടാണ് സ്റ്റിൽ ഐ റൈസ് എന്നുള്ളൊരു പോം മായ ഏഞ്ചലോ ബ്യൂട്ടിഫുള്ളായിട്ട് സിങ് ചെയ്യുമ്പോൾ അത്രയും ആൾക്കാരോട് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ദേ ആർ ബ്ലാക്ക് ഓർ വൈറ്റ് ഓർ ഇന്ത്യൻ വോട്ട് എവർ നമുക്കതിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതൊരു യൂണിവേഴ്സൽ തീം ഓഫ് റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു കവിത മാറിക്കഴിഞ്ഞു. സോ ഇറ്റ്സ് റിജക്റ്റിംഗ് വിക്ടിംഹുഡ് ആൻഡ് ഇൻസ്റ്റെഡ് റിഫ്ലക്റ്റിംഗ് എ സ്റ്റൈൽ ഓഫ് എംപവർമെൻറ്റ്. വിക്ടിംഹുഡിനെ മാറ്റി നിർത്തിയിട്ട് അവിടെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സെൽഫ്ഹുഡിനെ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറിലും നമുക്ക് കാണാൻ പറ്റും. വളരെ ഷോർട്ട് ലൈൻസ് ആണ്, ബട്ട് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് എ വെരി പവർഫുൾ മെസ്സേജ്. അപ്പോൾ ഈ ഐൽ റൈസ് എന്ന് പറയുന്ന ഐ ലാംഗ്വേജ്, അതുപോലെ യു മേ ട്രോഡ് മീ ഇൻ ദ വെരി ഡേർട്ട് ബട്ട് സ്റ്റിൽ ലൈക്ക് ഡസ്റ്റ്, ഐ റൈസ് തുടങ്ങിയ അതിൻ്റെ ഒരു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ തന്നെ ഈ ഒരു ഐ ലാംഗ്വേജിൻ്റെ പോസിറ്റീവായിട്ടുള്ള പവറാണ് കാണിക്കുന്നത്. സോ ദിസ് ഇസ് ട്രാൻസെൻഡിങ് ഹിസ്റ്റോറിക്കൽ ആൻഡ് പേഴ്സണൽ trauma. So she is positioned as an unstoppable ആയിട്ടുള്ള ഈ ഫോഴ്സ് which is capable of transcending historical and personal trauma. ഹിസ്റ്റോറിക്കൽ പേഴ്സണൽ ട്രോമയെ മാറ്റി നിർത്തി ട്രാൻസെൻഡ് ചെയ്തിട്ട് ഒരു എപ്പിറ്റോം ഓഫ് ലിബറേഷനായിട്ട് ദിസ് ഐ, ഈ കവിതയിൽ പറയുന്ന ഐ മാറുന്നു എന്നുള്ളതാണ്. നൗ അഗൈൻ ഒരു നോട്ട്സിൻ്റെ പേർപ്പസിന് വേണ്ടിയിട്ടാണ് വീണ്ടും കോണ്ടെക്സ്ച്വൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പറഞ്ഞു. സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്, ജിം ക്രോ ലോസ്, അതിൻ്റെയൊക്കെ ഒരു പിവോട്ടൽ ടൈമിലാണ് ഈ ഒരു കവിത ഇവർ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ഫൈറ്റ് എഗെയിൻസ്റ്റ് റേസിസത്തിനും ഇതൊരു വളരെ വലിയ മുതൽക്കൂട്ടായിട്ട് മാറിയിരുന്ന ഒരു കവിതയാണ്. സോ ദിസ് പോം ഇസ് ഡീപ്ലി റൂട്ടഡ് ഇൻ ദ ആഫ്രിക്കൻ അമേരിക്കൻ എക്സ്പീരിയൻസ് ഓഫ് റെസീലിയൻസ് ഇൻ ദ ഫേസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ട്രോമ, റേസിസം ആൻഡ് മാർജിനലൈസേഷൻ. അപ്പോൾ ഒരു റെസീലിയൻസിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു കവിത വരുന്നത്. സോ ത്രൂ ഹർ പോയട്രി ആൻഡ് പ്രോസ് ഷീ എക്സ്പോസ്ഡ് ദ ക്രൂവൽ റിയാലിറ്റീസ് ഓഫ് ജിം ക്രോ ലോസ് വൈൽ സിമിൾട്ടേനിയസ്ലി സെലിബ്രേറ്റിംഗ് ദ സ്ട്രെങ്ത്. ജിം ക്രോ ലോസിൻ്റെ ക്രൂവൽ റിയാലിറ്റീസിനെ വളരെ കൃത്യമായിട്ട് അവരുടെ കവിതകളിലൂടെ അവർ എക്സ്പോസ് ചെയ്തു, തുറന്ന് കാണിച്ചു. ആൻഡ് അതേസമയം ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെ സ്ട്രെങ്ത്തും അവരുടെ കൾച്ചറിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയും ഒരു ഹ്യൂമാനിറ്റിയും അവർ എടുത്തു കാണിക്കുകയും ചെയ്തു. ദെൻ ഐ റൈസ് അല്ലെങ്കിൽ ദ കേജ്ഡ് ബേർഡ്, ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ്, ഇതെല്ലാം ഈ ഒരു സിസ്റ്റത്തിൻ്റെ റേസിസത്തിൻ്റെ ഡീഹ്യൂമനൈസിങ് ആയിട്ടുള്ള മനുഷ്യനെ അല്ലാതാക്കി മാറ്റുന്ന ഡീഹ്യൂമനൈസിങ് ഇഫക്ട്സിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു പവറിൻ്റെ സിമ്പിളാക്കി മാറ്റുകയാണ് ചെയ്തത്. ദിസ് ഇസ് റിപ്പിറ്റേഷൻ, ബട്ട് ഫോർ നോട്ട്സ് പർപ്പസ് ഐ എം ഡൂയിങ് ദിസ്. സോ ബൈ ഡോക്യുമെൻറ്റിംഗ് ഹെർ എക്സ്പീരിയൻസ് ഏഞ്ചലോ പ്രൊവൈഡഡ് ക്രൂഷ്യൽ ഹിസ്റ്റോറിക്കൽ ആൻഡ് ഇമോഷണൽ ഡോക്യുമെൻറ്റേഷൻ ഓഫ് എൻ എറ. അപ്പോൾ ഇവരുടെ വർക്കിലും അതുപോലെ നോവൽസിലെ ക്യാരക്ടേഴ്സിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് സ്ലേവറിയും അതിൻ്റെ ആഫ്റ്റർ മാത്തായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഡിസ്ക്രിമിനേഷൻ്റെയും റിയൽ ലൈഫ് പിക്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ബ്ലാക്ക് ലിറ്ററേച്ചറിൽ വരുന്ന ടോണി മോറിസിൻ്റെയും ആലിസ് വോക്കറിൻ്റെയൊക്കെ പോലെയുള്ള ടെക്സ്റ്റുകളോടുകൂടി അതിനോട് ചേർത്ത് നിർത്തിയിട്ടാണ് ഇന്ന് നമ്മൾ മായ ഏഞ്ചലോയുടെ വർക്ക്സിനെ വായിക്കുന്നത്. പിന്നെ ഇതിൽ വരുന്ന മറ്റു തീംസ് സ്പെസിഫൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഐഡൻറ്റിറ്റിയും സെൽഫ് എംപവർമെൻറ്റുമാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള പ്രാക്ടിക്കംസും ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. എങ്ങനെയാണ് വളരെ സപ്രസീവ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു ഇവല്യൂഷൻ പോസിബിൾ ആവുന്നത്, എന്നിട്ട് എങ്ങനെ വളരെ അസേർട്ടീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ, അൺഅപ്പോളജറ്റിക്കലി ബോൾഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ ഡിഗ്നിറ്റി നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടി വരുന്നത് എന്നൊക്കെയുള്ള ഒരു കോണ്ടെക്സ്റ്റാണ്. സോ ദ പോം ചലഞ്ചസ് സ്റ്റീരിയോടിപ്പിക്കൽ എക്സ്പെക്റ്റേഷൻസ് ഓഫ് വിക്ടിംഹുഡ്.
ഒരു വിക്ടിം എന്നുള്ള പൊസിഷനിൽ ഇവർ നിൽക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിലുള്ള വളരെ ഷാർപ്പായിട്ടുള്ള റെട്രിക്കൽ ക്വസ്റ്റ്യൻസ്, മൈ സാസിനെസ്, മൈ ഹോട്ട്നെസ്, ദെൻ മൈ സെക്സിനെസ്, ഇതൊക്കെ നിങ്ങളെ അപ്സെറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ഒരിക്കലും സബ്ഡ്യൂ ചെയ്യാൻ പറ്റാത്ത, സബ്ഡ്യൂ ചെയ്യാൻ നിന്ന് കൊടുക്കാത്ത ഒരു പേഴ്സണാലിറ്റീനെയാണ് കാണിക്കുന്നത്. സോ ഷീ ക്ലെയിംസ് ഹർ സെക്ഷുവാലിറ്റി, ഹർ ഡിഗ്നിറ്റി ആൻഡ് ഹർ പേഴ്സണൽ പവർ. അപ്പോൾ ഓപ്രസേഴ്സിന് എഗൻസ്റ്റ് അവരിതെല്ലാം എടുത്ത് കാണിച്ച് സ്റ്റേറ്റ് ചെയ്യാണ് എന്നുള്ളതാണ്. സോ ഹർ വീക്ക്നെസ് ഹാസ് ബിക്കം ഹർ സോഴ്സ് ഓഫ് സ്ട്രെങ്ത്. ദെൻ ഹിസ്റ്റോറിക്കൽ ട്രോമ ആൻഡ് ട്രാൻസെൻഡൻസ് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇതിനെ ഈ പോം അതാണ് ഷോക്കേസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ഈ ഔട്ട് ഓഫ് ഹട്ട്സ് ഓഫ് ഹിസ്റ്ററീസ് ഷെയിം എന്ന് പറയുന്നത്, ഐ ആം ദ ഡ്രീം ആൻഡ് ഹോപ്പ് ഓഫ് ദ സ്ലേവ് തുടങ്ങിയതെല്ലാം കൃത്യമായിട്ടും ആഫ്രോ അമേരിക്കൻസിൻ്റെ ഹിസ്റ്ററിയിലേക്കുള്ള ഇൻഡിക്കേഷൻ കവിതയിലുടനീളമുണ്ട്. ദെൻ ബിറ്റർ ട്വിസ്റ്റഡ് ലൈസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്, അതുപോലെ എന്താ പറയുക, ദ പാസ്റ്റ് റൂട്ടഡ് ഇൻ പെയിൻ എന്ന് പറയുന്നത്, ഹിസ്റ്ററിയുടെ ഷെയിം, ഹട്ട്സ് ഓഫ് ഹിസ്റ്ററീസ് ഷെയിം എന്ന് പറയുന്നത്, ഇതെല്ലാം ഈ ഒരു ഹിസ്റ്റോറിക്കൽ ട്രോമയെയും അതിനെ എങ്ങനെ ട്രാൻസെൻഡ് ചെയ്തു എന്നുള്ളതും കൂടിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നൗ കമ്മിങ് ടു ദ സ്ട്രക്ചർ ഓഫ് ദ പോം, മായ ഏഞ്ചലോ സ്റ്റിൽ ഐ റൈസ് സ്ട്രക്ചേർഡ് ഇൻ 7 stanzas or 4 lines. അതിനെയാണ് നമ്മൾ ക്വാർട്ടറൈൻസ് എന്ന് പറയുന്നത്. 7 സ്റ്റാൻസയോളം 4 ലൈൻസാണ് വരുന്നത്. പിന്നീട് 2 സ്റ്റാൻസാസ് കുറച്ച് ബിഗ്ഗറാണ്. ലാസ്റ്റ് സ്റ്റാൻസ 9 ലൈൻസാണ് വരുന്നത്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ABCD എന്നുള്ളൊരു റൈം സ്കീമാണ് വരുന്നത്. സെക്കൻഡും ഫോർത്തും ലൈൻസ് മാത്രം തമ്മിൽ റൈം ചെയ്യുകയും ആദ്യത്തെയും തേർഡ് ലൈനും തമ്മിൽ റൈം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റൈലാണ്. ദെൻ ഈ ഒരു തീം ഓഫ് റെസീലിയൻസിന് ചേരുന്ന രീതിയിൽ ഒരു കൺഫ്രണ്ടേഷണൽ സ്റ്റേറ്റ്മെൻറ്റോടുകൂടിയാണ് ഈ ഒരു സ്റ്റാൻസ തുടങ്ങുന്നത്. അതിനുശേഷം ഒപ്രസേഴ്സിന് ഡയറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. ഫൈനൽ സ്റ്റാൻസാസിൽ ഒരു ക്രസൻഡോ പോലെ റിപ്പീറ്റഡ് ഫ്രേസസിലൂടെ ഐ റൈസ് എന്നുള്ളതിൻ്റെ റിപ്പിറ്റീഷനിലൂടെ ഒരു ഇനവിറ്റബിൾ ആയിട്ടുള്ളൊരു മീനിങ്, വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവർ അസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നൗ കമ്മിങ് ടു ദി എൻഡ് ഓഫ് ദി സ്ലൈഡ്സ്. Thank you so much for listening to me.